ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കല്ലേക്കാടാണ്. പാലക്കാട് കൊളപ്പുള്ളി ഹൈവേന്ന് വെറും 500 മീറ്റർ മാത്രം ഡിസ്റ്റൻസ്, 1/2 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു പ്രോപ്പർട്ടി. നല്ല മനോഹരമായിട്ടുള്ള എലിവേഷൻ അല്ലേ, ഫുള്ളായിട്ട് ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള വീട്. 2.5 വർഷം മാത്രമേ പഴക്കമുള്ളൂ. 6.25 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് അല്ലേ. 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുള്ള ഫ്രണ്ടിൽ ഇതുണ്ട്. പിന്നെ ഫ്രണ്ടിലൂടെ കുറച്ച് റോഡ് മാത്രമാണ് നമുക്ക് മൺ റോഡായിട്ട് വരുന്നുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഇത് വെള്ളത്തിൻ്റെ സോഴ്സ് 2ആണ്. ഒന്ന് ജലനിധി കണക്ഷൻ, അതിൻ്റെ ടാങ്കാണിത്. പിന്നെ ബോർവെല്ലാണ് ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് ആയിട്ടുള്ളത്. 3 ബെഡ്റൂമാണ് വീട്ടിനകത്തുള്ളത്, 3ഉം അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ചുറ്റും ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് ബാക്ക് സൈഡിലും അവർ ടോപ്പിൽ ഷീറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അലക്കല്ല് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രസ് വർക്ക് ചെയ്തിട്ട് വർക്ക് ഏരിയക്കേണ്ട വെളിയിലോട്ട് എടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയ കൂട്ടാതെയാണ് 1750 സ്ക്വയർ ഫീറ്റ് ഉള്ളത് കേട്ടോ. ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ വെളിയിൽ വെക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ചുറ്റുമായിട്ടുള്ള സ്പേസ് കാണുന്നത്. ഇവിടെ നമുക്ക് പൈപ്പ് ലൈൻ കണക്ഷൻ, വേറൊരു പൈപ്പ് ലൈൻ കണക്ഷൻ കൂടി വന്നതിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇനി വെള്ളം വരാൻ തുടങ്ങിയിട്ടില്ല അല്ലേ. നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ നമ്മൾ കയറുമ്പോൾ തന്നെ കിട്ടുന്നത്. അവിടെ നമ്മൾ കയറുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അല്ലേ. മനോഹരമായിട്ടുള്ള കളറൊക്കെ കൊടുത്തിട്ടുള്ള, നല്ല മനോഹരമായിട്ട് ലൈറ്റിനിങ് കൊടുത്തിട്ടുള്ള, ചെറിയ TV യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയ. ആ സ്റ്റെയറിൻ്റെ താഴേക്ക് വന്നിട്ട് ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള കബോർഡും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് അല്ലേ. എല്ലാം LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു പ്രെയർ റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു പ്രെയർ റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് ആണ് ഡൈനിങ് സ്പേസ് ആയിട്ട്. അതിനുള്ള വാഷ് ബേസിൻ കൗണ്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഫിക്സ്ഡ് ആയിട്ടുള്ള കബോർഡ് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലൊരു കബോർഡ് വർക്ക് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂംസ് ആണുള്ളത്, എല്ലാത്തിലും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നമ്മൾ നേരെ നെക്സ്റ്റ് ബെഡ്റൂം. താഴെ 2 ബെഡ്റൂമും മേലെ ഒരു ബെഡ്റൂമും ഉള്ളു കേട്ടോ. താഴെയുള്ള 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്, മേലെയുള്ള ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. കംപ്ലീറ്റ് കർട്ടൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. നമുക്ക് ജസ്റ്റ് വന്ന് നമ്മുടെ സാധനങ്ങളും വന്ന് കയറി ഇരിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ, മനോഹരമാക്കിയിട്ടുള്ള എല്ലാ റൂമുകളും അത്യാവശ്യം സ്പേസ് ഉണ്ട്. 12ക്ക് 10 എന്നുള്ള സ്പേസ് എല്ലാ ബെഡ്റൂമിനും ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ്സും വാഷ്റൂംസും ഒക്കെ നല്ല സ്പേസ് ഉണ്ട്. കാരണം കിച്ചണിൻ്റെ ഏരിയ വരുമ്പോൾ അവിടുത്തെ ടൈൽസ് കുറച്ച് മാറ്റമുണ്ട്, കുറച്ച് ഗ്രിപ്പുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കബോർഡും ലോഫ്റ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. 2-3 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഇവിടെ ആലുവടുപ്പും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ കൂടാതെ തന്നെയാണ് 1750 സ്ക്വയർ ഫീറ്റ് നമുക്കുള്ളത്. ഇവിടെ ആലുവടുപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൗണ്ടറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കണ്ടല്ലേ. കംപ്ലീറ്റ് കബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ. 2 ബെഡ്റൂമിലും അതേപോലെ കബോർഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയി നോക്കാം. കണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ഈ ഒരു ലാൻഡിങ് തന്നെ നമുക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലാൻഡിങ് നമ്മൾ വെളിയിലോട്ട് പോയിക്കാൻ നല്ലൊരു ബാൽക്കണി ഈ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഫ്രണ്ടിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ ആണ്. ചുറ്റും വീടുകളുണ്ട് കേട്ടോ. നല്ലൊരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ ഈ ലാൻഡിങ്ങിൽ വരുമ്പോൾ ഇതാണ് ഒരു ലിവിങ് സ്പേസ് ഏരിയ ആയിട്ട് ഇവിടെ ഉള്ളത്. നല്ലൊരു ഫാമിലി ലിവിങ് സ്പേസ് ഏരിയ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലൂടെ ഈ ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ 12ക്ക് 10 എന്നുള്ള സൈസ് ഈ ബെഡ്റൂമിനുണ്ട്. ഇവിടെയും ലോഫ്റ്റും കാര്യങ്ങളും കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആണ്. സെയിം അതേ സൈസിലുള്ള ഒരു വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. ടോട്ടൽ 3 ബെഡ്റൂം കണ്ടു, 3ഉം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ലിവിങ് സ്പേസ് നമുക്ക് ഇനി നേരെ അടുത്തൊരു ബാൽക്കണിയിലേക്ക് പോവാം. ഓപ്പൺ ടെറസ് ഏരിയ ആണ്. ഇവിടെ അതിന് ഡ്രസ് വർക്ക് നമ്മൾ താഴെ നിന്ന് വരുമ്പോൾ കണ്ടില്ല ഷീറ്റൊക്കെ ഇട്ടുള്ളത്, അത് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈവനിങ് കാറ്റുള്ളാനും കുറച്ച് ഇരിക്കണമെങ്കിൽ പറ്റിയ ഒരു ഏരിയയാണ്. ചായ കുടിച്ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഉള്ളത്. 6.25 സെൻറ്റ് സ്ഥലം,
1750 സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ കൂടാതെ കേട്ടോ. 2.5 വർഷം മാത്രം പഴക്കം. 3 ബെഡ്റൂം ഉണ്ട്, 3ഉം അറ്റാച്ച്ഡ് ആണ്. എല്ലാ ബെഡ്റൂമും ഏകദേശം 12x10 സൈസൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 55 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.